പോത്ത് ബിരിയാണി 2500 രൂപയ്ക്കുള്ള ബിരിയാണി നമുക്ക് വീട്ടിൽ വെറും 750 രൂപയ്ക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഭാര്യ സബിതയാണ് ഇത് ഉണ്ടാക്കണ ആള്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്: ആലിബാബ ക്ലാസിക് അരി വെറും 750 ഗ്രാം. നമുക്ക് 10 ആൾക്കുള്ള ബിരിയാണിയാണ് ഇത്. അപ്പോൾ 750 ഗ്രാമിന് 90 രൂപയാവും. പോത്ത് 1 കിലോ, തൃശ്ശൂർ ജില്ലയിൽ 360 രൂപ. വെളിച്ചെണ്ണ 300 മില്ലി 60 രൂപ. നറുനെയ്യ് 50 ഗ്രാം 45 രൂപ. ഇഞ്ചി സവാള, ഇഞ്ചി ഒരു 100 ഗ്രാം, അതിന് 15 രൂപ. സവാള ഇന്ന് 72 രൂപയാണ് കിലോ, അപ്പോൾ അര കിലോ 36. വെളുത്തുള്ളി 100 ഗ്രാം 35 രൂപ. കറുകപ്പട്ട, തക്കോലം, കരയാമ്പൂ, പെരിഞ്ചീരകം ഇതിൻ്റെ ഒരു പാക്കറ്റാണ് മേടിച്ചാൽ മതി, 30 രൂപ. പൈനാപ്പിൾ നമുക്ക് ആവശ്യമുള്ളത് അര കിലോ, അതിനൊരു 30 രൂപ. മല്ലിയില, പുതിന അത് 10 രൂപയ്ക്ക്. കോഴിമുട്ട ഒരു 7 എണ്ണം 42 രൂപ. അപ്പോൾ നമുക്ക് 10 പേർക്ക് സുഭിക്ഷമായിട്ട് പോത്തിറച്ചിയാണെങ്കിൽ 1 കിലോ ആണ്, അല്ലാണ്ട് അര കിലോനല്ല. അപ്പോൾ ഇതൊക്കെ ഈ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. ഇഞ്ചി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മറ്റേ മല്ലിയില ഉണ്ട്, തക്കാളി ഉണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ കുറച്ച് മേടിച്ചാൽ മതി. അര കിലോ തക്കാളി മേടിച്ചോ. അപ്പോൾ ഇതാണ് നല്ല പൈനാപ്പിളാണ്, എൻ്റെ തോട്ടത്തിലാണ്. ഞങ്ങളിത് വന്ന് ശ്രദ്ധിക്കാറുണ്ടായില്ല. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പറമ്പിലൊക്കെ കിടന്നപ്പോൾ സാധനം കിട്ടി. അപ്പോൾ ഇതാണ് പച്ച കുരുമുളക്. അപ്പോൾ പച്ച കുരുമുളകാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്, നല്ല അതിൻ്റെ മണമൊക്കെ പ്രത്യേക ഇതാണ്. അപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ ഇന്ന് പച്ച കുരുമുളകാണ് ഇടുന്നത്. ഉണക്കിയിട്ടാൽ മതി നിങ്ങൾ. ഇപ്പം ഞങ്ങൾ തോട്ടത്തിലുള്ള കാരണം പച്ച പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തോട്ടത്തിൽ വന്നപ്പോൾ ഉണ്ടല്ലേ നമുക്ക് കുരുമുളകും വേപ്പലയും പൊട്ടിക്കാവുന്ന ആൾക്ക് ഇപ്പോൾ ഉണ്ടല്ലേ കൈ നിറയെ സാധനങ്ങളുണ്ട്. പപ്പായ പഴുത്തത് 2 എണ്ണം, പൈനാപ്പിള്, ഇഞ്ചി ഇതെല്ലാം കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ സബിത ഇവിടെ വെളുത്തുള്ളി ഒരു 100 ഗ്രാം ഉണ്ട്, അത് ഇടിച്ച് ചതയ്ക്കാൻ പോവാണ്. ഇടിച്ച് ചതയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഗ്രൈൻഡർ എന്താ സാധനം ഉണ്ട്, ഹാഫ് മിക്സി എന്നോ എന്താ പറഞ്ഞ അവള്. അപ്പോൾ അതിലിട്ടിട്ട് അരയ്ക്കാണ്. അപ്പോൾ കുരുമുളക് ഇട്ട്, വെളുത്തുള്ളി ഇട്ടു, ഇതിട്ടിട്ട് കണ്ടല്ലേ ഇതാണ് പച്ച കുരുമുളക്, അതിട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒരു ഹാഫ് കട്ടിങ് ആവുള്ളത്. അപ്പം ഞാനിവിടെ കിച്ചണിലൊക്കെ ഒന്ന് സഹായിക്കുന്നതിനാന്ന് പറഞ്ഞിട്ടൊന്ന് നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവൾക്ക് ഇൻട്രസ്റ്റ് കൂടും. അപ്പം നമ്മൾ പുരുഷന്മാരൊക്കെ ഒന്ന് സഹായത്തിനായിട്ട് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലേ ഒന്ന് പതുക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. രൂപ 2500 സാധനം നമ്മൾ 750 രൂപയ്ക്കെല്ലാം ഉണ്ടാക്കുന്നത്. അത് വയറ് നിറയണ പോത്തിറച്ചി കണ്ടില്ലേ, ഇത് 1 കിലോ പോത്ത്. അപ്പോൾ ഈ പോത്തിലേക്ക് നമ്മളുടെ മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു, കുരുമുളക് പൊടി ഏത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണത്, പിന്നെ കറി മസാല അത് ഇട്ട് കൊടുത്തു. അപ്പം നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ഇത് അരച്ചത് ഒരു പകുതി അരവുള്ളൂ, അത് ഇട്ട് കൊടുക്കണ ആള് ഉണ്ടല്ലേ. അപ്പോൾ ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങൾ പാകത്തിന് ഇട്ടാൽ മതി. മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ഇറച്ചിയിലേക്ക് എത്ര മുളക് വേണമെന്ന്. അപ്പോൾ സാധാരണ ആവശ്യമുള്ളതിൻ്റെ ഒരു 3/4 ഭാഗം ഇടാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ ബിരിയാണിക്ക് എരിഞ്ഞിട്ട് വേണ്ടാവില്ല. അപ്പം ഇതൊന്ന് വഴറ്റ. ഇനി ഇതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഈ ഇറച്ചി നമ്മളിവിടെ വെക്കണം ഇങ്ങനെ. അപ്പോൾ ഈ മസാലകളൊക്കെ ഇതിൽ കയറി പിടിച്ചോളും. അപ്പോൾ ഇറച്ചി കൊണ്ടുപോകണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ വക പണികൾ ചെയ്യുക, അതിന് ശേഷം വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ നറുനെയ്യ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല, മിൽമ ഗീ അല്ലെങ്കിൽ ബട്ടറോ വെണ്ണയോ എന്തെങ്കിലും ഇട്ടാൽ മതി. അപ്പം നമ്മളുടെ ചീനച്ചട്ടി, ചൈനയിൽ നിന്ന് വരുന്ന ചീനച്ചട്ടി, അതിൽ നെയ്യിട്ടു. അത് ഉരുകി കഴിയുമ്പോഴാണ് നമ്മളുടെ കശുവണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ. അത് കാരണം
ഇപ്പോൾ കിലോയ്ക്ക് 950 രൂപയാണ് വില. അപ്പോൾ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 75 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ടു, കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അപ്പോൾ 2-3 തരം മുന്തിരി ഉണ്ട്. ഒന്നും ബ്ലാക്ക് കിസ്മിസ് ഉണ്ട്, കിസ്മിസ് അല്ല റൈസിൻസ് എന്ന് പറയും. കിസ്മിസ് ഹിന്ദിയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ കശുവണ്ടി ഒന്ന് ചുവപ്പ് കളർ വന്നപ്പോൾ നമ്മളുടെ മുന്തിരി ഇട്ട് കൊടുത്തു. മുന്തിരി പുളിക്കണ മുന്തിരിയുണ്ട്, മധുരമുള്ള മുന്തിരിയുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കിലോയ്ക്ക് ഒരു 50 രൂപ വ്യത്യാസം വരും. അപ്പോൾ സാധാരണ കടകളിലൊക്കെ ഈ പുളിയൻ മുന്തിരി ഉണ്ടാവുള്ളൂ വില കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചു മേടിക്കണം. ഇനി സംശയം ഉണ്ടെങ്കിൽ 2 എണ്ണം തിന്നു നോക്കുക. അപ്പം മധുരം ഉണ്ടെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ പുളിയൻ മുന്തിരി ഉപയോഗിക്കരുത്, അല്ലേ? അപ്പം മുന്തിരി ഇതിൽ ചൂടാകുമ്പോൾ ഫുട്ബോൾ പോലെ അങ്ങനെ വീർത്ത് വരും. അപ്പോൾ അതങ്ങോട്ട് മാറ്റി നെയ്യിലിട്ട് വറുത്ത സാധനം മാറ്റി, അതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, കണ്ടില്ലേ? ഞങ്ങളൊക്കെ കൊപ്ര ആട്ടിയിട്ട് ആ വെളിച്ചെണ്ണയാണ് എടുക്കുക. അതിലേക്കാണ് നമ്മുടെ സവാള ഗിരിഗിരി എന്ന് പറഞ്ഞിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുത്തു. അപ്പം നമുക്കിതിന് 750 രൂപയാണ് ചിലവ്. 2500 രൂപയ്ക്കുള്ള ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വാദിഷ്ടമായിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഉപയോഗിച്ചത് ആലിബാബ ക്ലാസിക് കിലോയ്ക്ക് 130 രൂപ ഒക്കെ വില വരും. നമ്മൾ ഹോട്ടലുകാർ ചെറിയ അരിയാണ് ഉപയോഗിക്കുക, കാരണം ഇതിൻ്റെ പകുതി വിലയുള്ളൂ, 65 രൂപ. ജീരകശാല അരിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് 65 രൂപയുള്ളൂ. ഇനി സംശയമുള്ളവർ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വരണ്ട, നേരെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചോ. അപ്പോൾ ഇത് ഇറച്ചിയൊക്കെ നമ്മൾ ഇങ്ങനെ സമയമായിട്ടുണ്ട്. അപ്പോൾ സബിത കണ്ടില്ലേ, അതിലൊരു ചെറുനാരങ്ങ വേണം നമുക്ക്, കണ്ടോ? അപ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ പറയുമ്പോൾ കാണുമ്പോഴാണ് എനിക്കറിയുള്ളൂ. അപ്പോൾ ഈ ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞ് വയ്ക്കുക ഇറച്ചിൽ. അതിന് ശേഷം എന്തേ തക്കാളി ഒരു 200-250 ഗ്രാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള തക്കാളി നമുക്ക് സലാഡ് അല്ല, നമ്മുടെ സർലാസ് എന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലെ സർലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൽ സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ഇത് 3 കൂട്ടിയിട്ട് ഒരു പിടിക്കലാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സർലാസ് എന്ന് പറയും. അപ്പോൾ ഉണ്ടല്ലേ, ഇറച്ചിയൊക്കെ നല്ല വഴറ്റി ഇനി കുക്കറാണിത്. അപ്പോൾ ഒരു 3-4 സ്റ്റീം ആകുമ്പോൾ തന്നെ, സ്റ്റീമല്ല വിസിലാകുമ്പോൾ തന്നെ ഇത് തുറന്നു നോക്കണം, അല്ലെങ്കിൽ വെന്ത് ഉടഞ്ഞ് ചമ്മന്തിയായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ കട്ട്ലേറ്റിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇവിടെ ഉള്ളിയല്ല സവാള അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ കുക്കറിലൊരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ബീഫ് പോത്ത് റെഡിയാവും. അപ്പോഴേക്കും ഇവിടെ നമ്മൾ അരി വിടാനുള്ള പരിപാടികളാണ്, കണ്ടോ? അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിന് ശേഷം ഈ കരയാമ്പൂവ്, ഏലക്ക, മസാലകൾ എല്ലാം ഇട്ട് കൊടുത്തു, കണ്ടോ? അതിന് ശേഷം അത് ചൂടാകുമ്പോഴാണ് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് പുതിനയില മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഇത്. മല്ലിയില നമ്മൾ പോത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, പുതിനയില ബിരിയാണി ചോറിലേക്ക്. അപ്പോൾ മുഴുവനും എടുക്കാൻ പാടില്ല, ഒരു പകുതി നമ്മൾ മാറ്റി വയ്ക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ വെന്തതിന് ശേഷം മുകളിലിടാം. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയാണ്, 750 ഗ്രാം അരിക്ക് 3 ഗ്ലാസ്സിന് ഒരു 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്, കണ്ടോ? 4 ഒഴിച്ചാലും മതി, കാരണം ഈ പോത്തിറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, കണ്ടില്ലേ? കറുകപ്പെട്ട എല്ലാ സാധനവും നാരങ്ങ പിഴിയുമ്പോൾ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കല് ചെയ്യുക. ഇതുപോലെ കണ്ടോ സബിത ചെയ്യണ കണ്ടോ? ഒരു ഫിൽറ്റർ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ചു. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ അതിലേക്ക് വീഴില്ല, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി തിന്നുമ്പോൾ കടിക്കുമ്പോൾ എല്ലാം നേരിട്ട് മുറുക്കി കടിക്കും, കച്ചിട്ട് തുപ്പണ്ടി വരും. അപ്പോൾ നമ്മളുടെ ബിരിയാണി അങ്ങോട്ട് പുറത്ത് ചാടും. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യത്തിന്, അത് നിങ്ങൾ അത്യാവശ്യം കുക്കിംഗ് അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കണ്ടില്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ കുടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബ്രാൻഡി ഒഴിച്ചു കൊടുക്കുക. ഏത് ഒരു 50 ml അല്ലെങ്കിൽ 100 ml ഒഴിച്ചു കൊടുക്കുക.
അപ്പം ഞങ്ങൾ ഇവിടെ ആരും കുടിക്കൊന്നുമില്ല. കുടിക്കാൻ പച്ചവെള്ളം കുടിക്കുള്ളൂ. ലിക്കർ കഴിക്കാത്ത ആളായ കാരണം നമ്മൾ വൈനാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു 100 മില്ലി വൈൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കണ്ട തിളച്ച ഈ കൂട്ടിലേക്ക് നമ്മളുടെ ആലിബാബ ക്ലാസിക്കിനെ അങ്ങോട്ട് തള്ളി. കണ്ടില്ലേ? അതൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ചാൽ നമ്മളിവിടെ ജോലികൾ തുടങ്ങി പകുതി ആകുമ്പോഴാണ് അത് കഴുകി വയ്ക്കുന്നത്. കൂടുതൽ നേരം കഴുകി വയ്ക്കാൻ പാടില്ല. കൂടിയത് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ അരിയുടെയൊക്കെ വേവ് വ്യത്യാസം വരും. ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക. മുറുക്കി ഇളക്കരുത്. ഇതൊക്കെ ബാസ്മതി റൈസൊക്കെ ഒടിഞ്ഞു നോക്കിപ്പോവും. അതിനുശേഷം അടപ്പണ്ട മൂടി വെച്ചതിന് ശേഷം ഒരു വെയിറ്റ് കയറ്റി വെച്ചു. നമ്മളുടെ ബിരിയാണി റൈസ് ഒരു 75% കുക്കായിട്ടുണ്ട്. ഇനി 25% ഉണ്ട്. 25% കുക്കിംഗ് ബാക്കിയുണ്ട്. അത് നമ്മൾ കണ്ടോ ഈ അരി പകർത്തിയതിന് ശേഷം ചെയ്യുന്നത് കണ്ടോ. ചോറ് പകർത്തി വെച്ചു. ഇനി നമ്മളുടെ പോത്ത്, പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന ഇറച്ചിയാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഇന്ന് കാട്ടുപോത്തിനെ വെടിവെക്കാൻ പോയിട്ട് അതിൻ്റെ രോമം പറിച്ച ഫോറസ്റ്റുകാർ പിടിക്കും, പിന്നെ ജയില്. അപ്പോൾ ഫോറസ്റ്റിലത്തെ നിയമങ്ങളൊക്കെ അറിയില്ല. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണമെങ്കിൽ പോലീസ് വിചാരിച്ച കാര്യമില്ല, അവിടുത്തെ ഫോറസ്റ്റുകാരെന്ന് വിചാരിച്ചാലാണ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കാട്ടുപോത്തിനെ വെടിവെക്കാൻ പോകേണ്ട നിങ്ങൾ. ഒക്കെ ഞങ്ങളൊക്കെ പണ്ട് ഇഷ്ടംപോലെ വെടിവെച്ച ടീമുകളാണ്. അപ്പോൾ നമ്മളുടെ പോത്ത് വെന്തു കണ്ടില്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം വെന്ത ഇറച്ചിലേക്ക് വീണ്ടും ആ നമ്മളുടെ വറുത്ത സവാളയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്നും കൂടിയും കുക്ക് ചെയ്തു കണ്ടോ. ഇനിയാണ് ഇതിലേക്ക് ഈ ചോറ് വെച്ച പാത്രത്തിലേക്ക് തന്നെ നമ്മളതങ്ങോട്ട് പകർത്തി. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരു കുഴമ്പ് പാകത്തിലെ പാടുള്ളൂ. കുഴമ്പ് മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രേവി പാകത്തിലെ പാടുള്ളൂ. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കളയാം. വറ്റിക്കല്ല, ഒരു കൈലിലൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ കുറേശ്ശെ കൊണ്ട് വീഴണം. അതേ കണ്ടീഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതിലിപ്പോൾ അല്പം വെള്ളം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചൂടാക്കുന്നത്. അതിന് ശേഷം കണ്ടോ അല്പം ഗ്രേവി ഉള്ളപ്പോൾ നമ്മളുടെ പുതിനേര ഇല അങ്ങോട്ട് ഇട്ട് വിതറി കൊടുക്കണം. ഇടല്ല, വിതറി ഇടണം ചുറ്റിനും. കണ്ടില്ലേ? ആ പറഞ്ഞോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പുതിന അതിൽ കിടന്നിട്ടൊന്ന് ഇതായി. അതിന് ശേഷമാണ് നമ്മളുടെ ഈ ചോറ്, ബിരിയാണി അല്ല, ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഈ ചോറ് അങ്ങോട്ട് ഇട്ടു. ഞാനവിടെ കൂടാ. അത് 5 രൂപ. അപ്പം നമ്മളുടെ ബിരിയാണി ചോറിനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് തട്ടിയിടാം. ഏത് നമ്മുടെ പോത്തിൻ്റെ മുകളിലേക്ക്. കണ്ടല്ലേ? അപ്പോൾ ഒന്ന് പതുക്കൊന്ന് തലോടിയതിന് ശേഷം കണ്ടല്ലേ നമ്മുടെ വറുത്ത നമ്മുടെ സവാള അതിൻ്റെ മുകളിലൊക്കെ വിതറിയിട്ടു. ഇനി അണ്ടിപ്പരിപ്പും കുറേശ്ശെ ഇട്ട് കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്യുക. കുറേശ്ശെ മാറ്റി വയ്ക്കണം. കണ്ടില്ലേ? ഒരു 4-1 മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മളുടെ എസൻസ്, പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുക. മല്ലിയില നമ്മൾ ആ 10 രൂപയ്ക്ക് കഴിച്ച മല്ലി പുതിനയിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വിതറിയിടുക. അപ്പോൾ നമ്മളുടെ മല്ലിയിലൊക്കെ അതിൽ വിതറിയിട്ടു. ഒന്ന് അടച്ചു വയ്ക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി നമ്മളുടെ കോഴിമുട്ട അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് വരുമ്പോഴേക്കും ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. കാരണം ആ ഇറച്ചിയിലുള്ള വെള്ളമൊക്കെ വറ്റി വേണം. ആ സമയം കൊണ്ട് നമ്മൾ പോയിട്ട് പൈനാപ്പിളൊക്കെ ചെത്തി പറമ്പിലൊക്കെ വെച്ച് ചെത്തിയാൽ മതി. കാരണം ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. അതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡി. കണ്ടില്ലേ? അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് വരുമ്പോഴോ സംഗതി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിയൂറുന്ന മണമാണ്. അപ്പം ജനലുകളൊക്കെ നമ്മൾ കുറ്റിയിട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ അടുത്തുള്ള വീടുകളുണ്ടെങ്കിൽ അവർക്ക് കൊതിയായിട്ട് വായിൽ വെള്ളം ഊറും. ചേട്ടാ ഞങ്ങൾക്കൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പം ഇത് കണ്ടില്ലേ, അടിപൊളി ബിരിയാണിയാണ്. ഇത് എനിക്ക് കണ്ടാൽ തന്നെ കൊതിയാവും. ഇനി തിന്നു കഴിഞ്ഞാലോ മതി മറന്നങ്ങോട്ട് തിന്നും. അപ്പം ഇതാണ് 2500 രൂപയ്ക്കുള്ള ബിരിയാണി. നമ്മുടെ സ്വന്തം വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം, അടിച്ച് പൊളിച്ച് തിന്നാം കേട്ടോ. അപ്പോൾ പോത്തിറച്ചിയുള്ള ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ പോത്തിറച്ചിയൊക്കെ 2 കഷ്ണം ഇട്ട് തരും. അതും ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസായിരിക്കും. പൈനാപ്പിളൊക്കെ കണ്ടില്ലേ, കഷ്ണം അതിൻ്റെയൊക്കെ വണ്ണം കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായ ബിരിയാണി ഉണ്ടെങ്കിൽ നിങ്ങൾ പെങ്ങളാണ് ഉണ്ടാക്കണമെങ്കിൽ പെങ്ങളിനെ സഹായിക്കുക, അല്ലെങ്കിൽ ഭാര്യനെ സഹായിക്കുക, അല്ലെങ്കിൽ അമ്മ ആരുണ്ടാക്കണമെങ്കിൽ അവരെയൊക്കെ നമ്മൾ പുരുഷന്മാർ ആൺകുട്ടികൾ ചുണക്കുട്ടന്മാരൊന്ന് സഹായിച്ചു കൊടുത്താണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഈ ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ പോത്ത് മേടിക്കാനും അരി മേടിക്കാനും പോണ സമയം കൂട്ടാതിരുന്നാലേ ഇത് ഉണ്ടാക്കാനായിട്ട് വെറും 1 മണിക്കൂർ. ഹോട്ടലിൽ പോയിട്ട് 10 എണ്ണം ഒരാൾ 2 എണ്ണം വീതം കഴിച്ചാലും ഇത്രയും കഴിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എൻ്റെ ബിരിയാണി? എൻ്റെ അല്ല, എൻ്റെ ഭാര്യ സബിത ഉണ്ടാക്കിയ ബിരിയാണി. അപ്പോൾ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ എൻ്റെ ദോസ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ചിരിക്കാണ്. ഞാൻ ഇത് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ഭാര്യ നമ്മളുടെ സെർവൻ്റ് അല്ല, അത് നമ്മളുടെ ചങ്ങാതി. നമ്മളുടെ ക്രിസ്ത്യൻസിനൊക്കെ വാര്യലിൽ പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഭാര്യനെ. അപ്പം നമ്മളുടെ ഭാര്യയല്ല എന്ന് കരുതിയിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കുക. ഓക്കെ.